ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു എൽ പി സ്കൂളിൻ്റെ മുമ്പിലാണ്. എന്തിനാ വന്നതെന്നറിയോ? നിങ്ങളെ ഇംഗ്ലീഷ് ഭാഷയിൽ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 7 സ്ഥലങ്ങളുണ്ട്. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിനെന്തിനാണ് ഇവിടെ എൽ പി സ്കൂളിൻ്റെ മുമ്പിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കോഡ് വരുന്നത്. നിങ്ങൾക്കറിയാം, സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാദമി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കോഡ് ഏതാണ്? ഇത് തന്നെയാണ്, മൈ എൽ പി സ്കൂൾ. മൈ എൽ പി സ്കൂൾ. അപ്പോൾ എന്താണ് ഈ കോഡ് എന്ന് മനസ്സിലായോ? ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ലെറ്റർ എടുക്കാം. ഏതാണ്? എം. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്. മാസങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിസംബറിൽ, ജനുവരിയിൽ ഇങ്ങനെ അർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ മുമ്പിൽ ഇൻ ആഡ് ചെയ്യണം. ഇൻ ഡിസംബർ. രണ്ടാമത്തേത് ഏതാണ്? വൈ. വൈ മീൻസ് ഇയർ. നമ്മൾ വർഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2010 എങ്ങനെ പറയാം? ഇൻ 2010. ഓക്കെ, അപ്പോൾ 2 കോഡുകൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലേ? മന്ത് വരികയാണെങ്കിലും ഇയർ വരികയാണെങ്കിലും. അടുത്തത് ഏതാണ്? എൽ പി. എൽ പി മീൻസ് ലാർജ് പ്ലേസ്. വലിയ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷൻ, ഇവിടെയൊക്കെ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഡൽഹിയിൽ എങ്ങനെ പറയാം? ഇൻ ഡൽഹി. ഇന്ത്യയിൽ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ 4ാമത്തെ കോഡാണ് എസ്. എസ് മീൻസ്